ഇത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പരസ്യമാണ്. ഇത് ഞാൻ പുറകെ പോയപ്പോൾ പുറകിലൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി, കേരളത്തിലെ ഹൈവേ, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ, ഇതെല്ലാം സാധ്യമാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞ് ശ്രീ പിണറായി വിജയൻ്റെ പടമാണ് ഈ കാണുന്നത്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കിയതാണ് ഇത്, അതായത് ഇതെല്ലാം സാധ്യമാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞ് എൻ്റെ പടം വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ വെച്ചിരിക്കുന്ന ഈ പരസ്യം സർക്കാർ നിയന്ത്രിക്കുന്ന, അതിനുവേണ്ടി പ്രത്യേക മന്ത്രിയൊക്കെയുള്ള കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സർക്കാർ വണ്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പരസ്യത്തിൽ കേരള സർക്കാരിൻ്റെ എംബ്ലമുണ്ട്, കേരള സർക്കാർ എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ആധികാരിക ചിഹ്നങ്ങളുള്ള ഒരു പരസ്യം സർക്കാരിൻ്റെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ ശ്രീ പിണറായി വിജയൻ്റെ പടവും വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയത്, സാധ്യമാക്കിയത്, ഹൈവേ പദ്ധതി നടപ്പാക്കിയത്, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയത്, എല്ലാം സാധ്യമാക്കിയത് ഞാനാണ് എന്ന്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഹൈവേ, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ, ഇതിൻ്റെയൊക്കെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതും കരാർ നൽകിയതും അതിനുശേഷം പണി മോണിറ്റർ ചെയ്ത ശേഷം അതിനുള്ള കരാറുകൾക്ക് പണം നൽകിയതുമൊക്കെ ഈ പറഞ്ഞ ഞാനാണോ? ഈ പരസ്യത്തിലിരിക്കുന്ന സാധ്യമാക്കിയ ആളാണോ ഇതെല്ലാം ചെയ്തത്? തീർച്ചയായിട്ടും അല്ല, വെറും കള്ളമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം കേരള സർക്കാരിൻ്റെ ചിഹ്നവും വെച്ച് കേരള സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ബസ്സിൽ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പരസ്യം വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ പരസ്യമായിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ആളെ പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ആളുടെ വ്യക്തിത്വം എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, നുണ പറയുന്ന ആളാണ്, കള്ളം പറയുന്നതിന് ഒരു നാണവുമില്ലാത്ത ആളാണ് ഈ പടത്തിൽ കാണുന്ന ആൾ, ഇതെല്ലാം സാധ്യമാക്കിയെന്ന് പറയുന്ന ആൾ. രണ്ടാമത്തെ കാര്യം, ഈ ചെയ്യാത്ത കാര്യം, വേറെ ആരെങ്കിലും ചെയ്ത കാര്യം, അത് സ്വന്തം പേരിലാക്കുന്ന ഒരാൾ. വേറെ ആരെന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഞാൻ ചെയ്തതാണ്, ഞാനാണ് സാധ്യമാക്കിയത് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത, ലജ്ജയുമില്ലാത്ത ഒരാൾ. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. ഇനി മൂന്നാമത്, ധർമ്മവും അധർമ്മവും എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരാൾ. അപ്പോൾ ഈ പടത്തിൽ വെച്ചിരിക്കുന്ന ഇതെല്ലാം സാധ്യമാക്കിയത് ഞാനാണ് എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിത്വം എന്താണ് എന്ന് ഈ പരസ്യത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നുണ പറയുന്നയാൾ, ധർമ്മ അധർമ്മം തിരിച്ചറിയാത്തയാൾ, മറ്റുള്ളവർ ചെയ്തത് സ്വന്തം പേരിലാക്കുന്നയാൾ.